ഗാസയിൽ പിടിമുറുക്കി ഇസ്രായേലി സേന. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ജീവനോടെ അവശേഷിക്കുന്ന 20 ബന്ദികളെ ഹമാസ് വിട്ടയച്ചതിന് പിന്നാലെയാണ് ഗാസയിലെ ഹമാസിനെതിരെയുള്ള തന്ത്രപരമായ നീക്കം ശക്തമാക്കി ഇസ്രായേലി സേന തിരിച്ചടി ആരംഭിച്ചത്. ഇനി അവശേഷിക്കുന്നത് 28 ബന്ദികളുടെ മൃതശരീരമാണ്. അത് അധികം വൈകാതെ വിട്ടു നൽകാമെന്നാണ് ഹമാസിന്റെ വാക്ക്. അതിനിടയിൽ നേരിട്ട് ഇസ്രായേലി സേന യുദ്ധത്തിൽ ഇടപെടാതെ തന്നെ ഗാസയിലെ പ്രാദേശിക ഗോത്രവർഗങ്ങളെ കൊണ്ട് ഹമാസിനെതിരെയുള്ള യുദ്ധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗാസയിൽ പ്രാദേശിക ഗോത്രവർഗങ്ങളും പ്രാദേശിക പരമ്പരാഗത ശക്തിയുള്ള ശക്തമായ കുടുംബങ്ങളും ഹമാസിനെതിരെ യുദ്ധങ്ങൾ ആരംഭിച്ചിരുന്നു. ഹമാസിൽ നിന്ന് കൂട്ടത്തോടുകൂടി ഭീകരന്മാർ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിലേക്ക് ചേക്കേറുകയും മാത്രവുമല്ല ശക്തമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിരായുധരായി കീഴടങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രാദേശിക ഗോത്ര വർഗങ്ങൾ ഗാസയിൽ ശക്തമായ ഇടപെടൽ ആരംഭിച്ചത്.